ചേട്ടാ, ഈ ഇസ്രയേൽ പാലസ്തീൻ ഈ സംഘർഷത്തിൻ്റെ വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും അല്ലെങ്കിൽ നമ്മൾ മാധ്യമങ്ങൾ വായിക്കുമ്പോഴാണ് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം ഇസ്രയേൽ എന്ന് അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഇതെന്ന് തീരും? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മൾ ഈ ഇടയ്ക്ക് ചർച്ച നടക്കുന്നു, ഇപ്പോൾ തീരും, ഒത്തുതീർപ്പാവും എന്നൊക്കെ പറയുന്നു, പിന്നെയും യുദ്ധം നടക്കുന്നു, ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് തീരാൻ ആര് മുൻകൈ എടുക്കുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം നമ്മൾ നോക്കൂ, ഈ ഇസ്രയേൽ പലസ്തീനിൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ അമേരിക്കയിൽ പ്രതിഷേധമുണ്ടായി, യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായി, ഇന്ത്യയിൽ, കേരളം പറയണല്ലോ, നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും വലിയ പ്രതിഷേധം ഉണ്ടായത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു പ്രതിഷേധവും ഇല്ല. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പ്രതിഷേധമില്ല. അറബ് രാജ്യങ്ങളിലില്ല. ജോർദാൻ ഉൾപ്പെടെയുള്ള ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് രാജ്യങ്ങളുണ്ട്, ജോർദാൻ, ലിബിയ അടക്കമുള്ള രാജ്യങ്ങൾ, അവിടെയും വ്യാപകമായ പ്രതിഷേധമില്ല. ആകെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്നത് ഇറാൻ മാത്രമാണ്. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇസ്രയേലിനോടുള്ള ശത്രുതയാണ്, അല്ലാതെ പലസ്തീനികളുടെ സ്നേഹമൊന്നുമല്ല. കാരണം പലസ്തീനികൾ സുന്നികളാണ്, ഇറാൻ ഷിയ രാജ്യമാണ്. പക്ഷേ ഈ യുദ്ധം ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് യുദ്ധകാര്യങ്ങളും ആഗോള സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ചിലരുടെ അഭിപ്രായത്തിൽ ഈ യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോകും. ചുരുങ്ങിയത് 2 വർഷമെങ്കിലും യുദ്ധം നീണ്ടുപോയാൽ അത്ഭുതത്തിന് വകയില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കേട്ട് ഈ ഒരു വർഷം കൊണ്ട് എല്ലാം തീർക്കുന്നൊക്കെ പറഞ്ഞതൊന്നും നടക്കില്ല. എല്ലാം തീർക്കും. എപ്പോഴാണെന്നറിയോ? ഗസ എന്ന് പറയുന്ന ഒരു ഭൂവിഭാഗം ഇസ്രയേലിനകത്തേക്ക് കയറി കിടക്കുന്നതാണ്. ഈ ഗസയിൽ നിന്ന് പൂർണ്ണമായും പലസ്തീനികളെ ഒഴിവാക്കുന്ന സമയത്ത് യുദ്ധം തീരും. പലസ്തീനികൾ മുഴുവൻ അവിടുന്ന് പോകണം. ഗസ പൂർണ്ണമായും ഇസ്രയേലിൻ്റെ അധീനതയിലാവണം. അപ്പോൾ ഇങ്ങനെ പലസ്തീനികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണല്ലോ, ഈ മുസ്ലിം ജനവിഭാഗത്തെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും UAE, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ട് അരുത് എന്ന് പറയുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് പാലസ്തീനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല. പലസ്തീനികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നും മാത്രമല്ല, ഗസയിൽ നിന്ന് ഇവരെ ഒഴിവാക്കി ക്ലീൻ ചെയ്യപ്പെട്ടോട്ടെ, ഗസ ക്ലീൻ ചെയ്യപ്പെട്ട് കൊള്ളട്ടെ, അല്ലെങ്കിൽ അവിടെ ഇസ്രയേലി അധിനിവേശം സമ്പൂർണ്ണമായിക്കോട്ടെ എന്ന് ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ഒരു സംശയം പ്രബലമായി വരുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. അത് മതപരമായ താല്പര്യം മാത്രമല്ല. അതായത് ഇപ്പോൾ പ്രധാനപ്പെട്ട നോക്കൂ, ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് എണ്ണയുടെ ഒരു കണ്ടെത്തലിന് ശേഷം, ഓയിൽ മൈനിങ്ങിന് ശേഷമാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഇന്നത്തെ സമ്പൽ സമൃദ്ധി ഉണ്ടായത്. അതിനുശേഷം 10-70 വർഷം മുമ്പുള്ള ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥ ഇതൊന്നും ആയിരുന്നില്ല. ലോകത്തെമ്പാടും അവർ കച്ചവടമൊക്കെ നടത്തി ജീവിച്ചവരാണ്. എണ്ണ ഏതാണ്ടൊക്കെ തീരുകയാണ്. അപ്പോൾ ബദൽ സംവിധാനം കണ്ടെത്തിയ ഒരു എമിറേറ്റ്സ് ആണ് UAE ദുബായ്. അവർക്ക് ഓയിലില്ല. അതുകൊണ്ട് UAE എന്ത് ചെയ്തു, ദുബായ് എന്ത് ചെയ്തു, എല്ലാ വാതിലുകളും തുറന്നിട്ടു. ഒരു പടിഞ്ഞാറൻ രാജ്യത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് ദുബായ് പോയാലുണ്ടായത്. കാരണം അവർ ബദൽ സംവിധാനം ദുബായ് രാജാവ് കണ്ടെത്തി. അതുകൊണ്ട് അപ്പോൾ അവിടുത്തെ രാജാവുമായി ബന്ധപ്പെട്ട കൊട്ടാരത്തിലെ രാജകുമാരിയുടെ വാർത്തയൊക്കെ നമ്മൾ കേട്ടു. കാരണം യൂറോപ്യൻ സ്വാധീനം അല്ലെങ്കിൽ സ്വതന്ത്ര ലോകത്തിൻ്റെ ഒരു കാറ്റാണ് ദുബായിൽ വീശുന്നത്. അപ്പോൾ ഇത് സൗദിക്കും അറിയാം, സൗദിയും മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, UAE പ്രസിഡന്റ് നരേന്ദ്രമോദിയെ വിളിച്ചത് തൻ്റെ സഹോദരൻ എന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ സല്യാൻ ആണ് അങ്ങനെ വിളിച്ചത്. അദ്ദേഹം ഫെബ്രുവരി മാസത്തിൽ മോദി അവിടെ എത്തിയിരുന്നു. മോദി എത്തിയപ്പോഴാണ് എൻ്റെ സഹോദരൻ എന്ന് വിളിച്ചത്. ഫെബ്രുവരിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നടന്നിട്ടുണ്ട്. അതായത് ഇന്ത്യ ഒരു ട്രാൻസ് കോണ്ടിനെൻ്റൽ വ്യാപാര ഇടനാഴി കരാർ UAE ആയിട്ട് ഒപ്പുവെച്ചു. അതായത് ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് UAE വഴി കടന്നു പോകുന്ന ഒരു അന്താരാഷ്ട്ര വാണിജ്യപാത, കടലിലൂടെയും കരയിലൂടെയും റെയിൽ വഴിയും പോകുന്ന ഒരു പാത. ഈ പാത യാഥാർത്ഥ്യമാക്കാനുള്ള കരാറിൽ ഇന്ത്യയും UAE ഒപ്പുവെച്ചു. അപ്പോൾ ഈ പാത കടന്നു പോകുന്ന റൂട്ടെന്ന് പറയുന്നത് ഇന്ത്യ, മുംബൈ, ഇന്ത്യ, UAE, ഇസ്രായേൽ വഴിയാണ് കടന്നു പോകുന്നത്. ഇസ്രായേലിൽ ഇതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഹൈഫ തുറമുഖം, നോർത്ത് വെസ്റ്റിലെ വടക്കു പടിഞ്ഞാറ് മേഖലയിലുള്ള ഇസ്രായേലിലെ പ്രധാനപ്പെട്ട തുറമുഖമാണ് ഹൈഫ തുറമുഖം. ഹൈഫ തുറമുഖത്തെത്തി വീണ്ടും കടൽ മാർഗം, കര, കടൽ, റെയിൽ 3 ഉപയോഗിച്ചിട്ടാണ് ഈ ട്രാൻസ് കോണ്ടിനെൻ്റൽ വ്യാപാര ഇടനാഴി വരാൻ പോകുന്നത്. അപ്പോൾ ഹൈഫ തുറമുഖം വഴി ആണ് ഇത് നിലവിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ ഹൈഫ തുറമുഖത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു നടപടി ഈയിടെ ഉണ്ടായിരുന്നു. അതായത് അദാനി ഗ്രൂപ്പ് 78% ഷെയർ ഹൈഫ തുറമുഖത്തിൻ്റെ വാങ്ങി. ഗഡോട്ട്
ഗ്രൂപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഇസ്രായേൽ കമ്പനിയും അദാനി ഗ്രൂപ്പുമാണ് ഇത് ഹൈഫ തുറമുഖം ഏറ്റെടുത്തിരിക്കുന്നത്. 118 കോടി ഡോളറിൻ്റെ ഇടപാടാണ് ഹൈഫ തുറമുഖത്തിൻ്റെ കച്ചവടത്തിൽ നടന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖം അദാനി പോർട്സിൻ്റെ കയ്യിലേക്ക് ഹൈഫ വന്നിട്ടുണ്ട്. മേജർ ഷെയർ അല്ലേ? മേജർ ഷെയർ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എന്നോട് ഈ രംഗത്തുള്ള ചില ആളുകൾ പറഞ്ഞത്, ഹൈഫ തുറമുഖം വഴി ഈ പാത കടന്നു പോകുന്നതിനോട് സൗദിക്ക് വലിയ താല്പര്യമില്ല. സൗദി പറയുന്നത് അതിനേക്കാളും ഏറ്റവും നല്ലത് ഈ കടലിൽ കൂടെ മുറിച്ച് കടക്കാതെ ഈ ഇടനാഴി കടന്നു പോകാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഗസയാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ടൊന്ന് മാറ്റി ഗസയിലൂടെ പോയാൽ കൂടുതൽ ഭാഗം റോഡിലൂടെ തന്നെ ഈ ഇടനാഴി കോറിഡോർ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും. അതായത് സമുദ്രത്തിലുള്ള യാത്ര കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഗസ വഴി പോകണം. പക്ഷേ ഗസ ഇന്നും കലുഷിതമായ ഒരു മേഖലയായി നിന്നാൽ ഇത് നടക്കില്ല. അപ്പോൾ സൗദി അറേബ്യയുടെ താല്പര്യം ഗസ വഴി ഈ ഇടനാഴി പോകുന്നതിനുള്ള താല്പര്യമുണ്ട്. UAEക്കും താല്പര്യമുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഗസ ശാന്തമായാൽ മാത്രമേ ഈ ഗസയിലൂടെ ഹൈഫയ്ക്ക് പകരം ഗസയിലൂടെ ഇടനാഴി കടന്നു പോകത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഗസ ശാന്തമാണെങ്കിൽ അവിടെ പലസ്തീനികളുണ്ടെങ്കിൽ അവിടെ ഹമാസ് ഉണ്ടാവും. ഹമാസിനെ ന്യൂട്രലൈസ് ചെയ്യണം. ഹമാസിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഗസ ശാന്തമാവുള്ളൂ. ഹമാസിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളെ മുഴുവൻ എവിക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇല്ലാതാക്കണം. എന്നിട്ടോ അത് ഒരു ശാന്ത മേഖലയാണെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിലാവണം. അപ്പോൾ ഗസ സമ്പൂർണ്ണമായും ഇസ്രായേലിൻ്റെ കയ്യിലായാൽ മാത്രമേ ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നതായി പറയപ്പെടുന്നത് പോലെ ഈ ട്രാൻസ് കോണ്ടിനെൻ്റൽ വ്യാപാര കോറിഡോർ ഗസയിലൂടെ കടന്നു പോകുള്ളൂ. അറബ് രാജ്യങ്ങൾ അതിനോട് മാനസികമായി അവർ താല്പര്യപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഗസ ക്ലീനായി കിട്ടും. പലസ്തീൻ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവത്തില്ല. ഈ വലിയ അന്താരാഷ്ട്ര ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദൽ പോലെ ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്നതാണ് ഈ ട്രാൻസ് കോണ്ടിനെൻ്റൽ വ്യാപാര ഇടനാഴി. അത് ഒരു വലിയ അത് യൂറോപ്യൻ യൂണിയൻ്റെ അമേരിക്കയുടെ ഒക്കെ പിന്തുണയുണ്ട്. അപ്പോൾ നിരവധി രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യാപാര ഇടനാഴിയാണ്. അപ്പോൾ അത് സാർത്ഥകമാക്കണമെങ്കിൽ ഗസ ക്ലീനായേ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും യുദ്ധം ഏതുവരെ നീണ്ടു നിൽക്കും? അത് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്നതിന് എന്താ മാർഗം? മുഴുവൻ 2 മാർഗ്ഗങ്ങളാണ്. ഒന്ന്, ആളുകൾ മുഴുവൻ അവിടുന്ന് പോകണം, അല്ലെങ്കിൽ ആളുകളെ മുഴുവൻ കൊല്ലണം. അത് പ്രായോഗികമല്ല. ഹമാസിൻ്റെ ഒരു പൊടി പോലും ഉണ്ടാകുമ്പോൾ ജനങ്ങളെ മുഴുവൻ കൊല്ലുന്നത് പ്രായോഗികമല്ല. കാരണം അത് ലോകത്ത് ഒരാൾക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ 70,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കൂ, ഈ വ്യാപാര കരാറിൻ്റെ ഉടമ്പടി ഫെബ്രുവരിയിലാണ് ഒപ്പുവെച്ചത്. അതിനുശേഷം ഒക്ടോബർ 7-നാണ് ആക്രമണം ഉണ്ടാകുന്നത് അല്ലേ? അതെ, ഒക്ടോബർ 7-ന് ആക്രമണം ഉണ്ടാകുന്നു. ഇസ്രയേലിൽ കയറിയിട്ട് ഹമാസ് തീവ്രവാദികൾ 1500-ഓളം പേരെ കൊല്ലുന്നു. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അവരെയൊക്കെ പൈശാചികമായി നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. അതെ. പക്ഷേ അതുപോലും ഒരു പക്ഷേ 2 തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഈ ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും ഇന്ത്യയൊക്കെ ആയിട്ടുള്ള ബന്ധവും ഇസ്രയേലും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഉടമ്പടി. സൗദി അറേബ്യയിൽ എന്ത് തുടങ്ങിയിട്ടുണ്ട്? ഇസ്രായേൽ എംബസിയൊക്കെ വന്നിട്ടുണ്ട്. ഇസ്രായേലുമായിട്ടുള്ള ശത്രുത മാറ്റിയിട്ട് വ്യാപാര കരാർ തുടങ്ങി. സൗദി ടെലിവിഷനിൽ ജൂതന്മാർ നല്ല ആളുകളായി വരുന്ന സീരിയലുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അവരങ്ങനെ ചിത്രീകരിച്ചു തുടങ്ങി. അപ്പോൾ ഇത് ഹമാസിനെ ആകെ വിറൽ പിടിപ്പിക്കുന്ന കാര്യമാണ്. ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പിന്തുണ, മാനസിക ആഭിമുഖ്യം ഇസ്രയേലിനോട് വരുന്നു. അതിനെ ഒന്ന് തടസ്സപ്പെടുത്തി ഗൾഫ് ലോകത്താകെ ഒരു അസ്വസ്ഥതയും ആശങ്കയും അനുകൂലവും അനുതാപവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ആക്രമണമാണോ ഹമാസിൻ്റെ ആക്രമണം എന്നുള്ള ഒരു തിയറിയുണ്ട്. രണ്ടാമത്തെ തിയറി, അതായത് ഒരു യുദ്ധം തുടങ്ങണം, എന്നിട്ട് പലസ്തീനികളെ ഗസയിൽ നിന്ന് ഒഴിവാക്കണം, എന്നിട്ട് ഇത്തരം വാണിജ്യ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള വമ്പൻ പദ്ധതികൾ ആ മേഖലയിൽ നടപ്പാക്കണം എന്നുള്ള ബിസിനസ് താല്പര്യത്തിൻ്റെ ഫലമായാണോ ഇതെന്നൊക്കെയുള്ള തിയറി, ഗൂഢാലോചന തിയറി ഉണ്ടല്ലോ, കോൺസ്പിറസി തിയറി എക്കാലത്തും ലോകത്തുണ്ടായിരുന്നു. അങ്ങനെ 2 കോൺസ്പിറസി തിയറി ഇപ്പോൾ തന്നെയുണ്ട്. അല്ലെങ്കിൽ ചിലരൊക്കെ ചോദിക്കുന്നത്, ഇത്രയും വലിയ ആക്രമണം നടന്നിട്ട് മൊസാദ് പോലെയുള്ള വലിയ സുരക്ഷാ രഹസ്യാന്വേഷണ ഏജൻസികളുള്ള ഇസ്രയേൽ ഇത് അറിയാതിരുന്നു എന്നൊക്കെ ചോദ്യമുണ്ട്. അപ്പോൾ എന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് വന്നിട്ട് ആളുകളെ പിടിച്ചുകൊണ്ട് ഇവർ പോവുകയാണ്. 10,500 പേരെ കൊന്നിട്ട് കുറേ പേരെ പിടിച്ചുകൊണ്ട് പോകുന്നവരെ ഇസ്രയേലി പട്ടാളം അറിഞ്ഞില്ല എന്ന് പറയുന്ന അവിശ്വസനീയമാണ് എന്ന് പറയുന്ന ഈ കോൺസ്പിറസി തിയറിയുടെ മറ്റൊരു ഭാഗമാണ്. എന്തൊക്കെയാണെങ്കിലും അതിനകത്തൊക്കെ എന്തോ ചില ദുരൂഹതകളുണ്ട്, വാണിജ്യ താല്പര്യങ്ങളുണ്ട്. മതത്തിലുപരി സാമ്പത്തിക താല്പര്യങ്ങൾ വളരെ പ്രകടമാണ് എന്ന് വ്യക്തമാക്കുന്ന ചില സംഭവവികാസങ്ങൾ ഈ ജിയോ പൊളിറ്റിക്സിൽ
നടക്കുന്നുണ്ട്. ഇതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എങ്ങനെ ഗസയെ ക്ലീൻ ചെയ്യാം, രണ്ട് മാർഗ്ഗമുണ്ട്. കാർപ്പറ്റ് ബോംബിംഗ് നടത്തി എല്ലാവരെയും കൊല്ലുക. പക്ഷേ അതോടുകൂടി ഇസ്രായേൽ വല്ലാതെ ഒരു യുദ്ധ കുറ്റവാളിയുടെ പരിവേഷത്തിൽ നിൽക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ട്. കാരണം ലിബിയ എന്ന് പറയുന്ന തൊട്ടടുത്ത രാജ്യമുണ്ട്. അവിടെ ഭരണമൊന്നുമില്ല, സർക്കാരില്ലാത്ത അവസ്ഥയാണ്. കുത്തഴിഞ്ഞ് നാടിൻ്റെ ഓരോ ഭാഗവും ഓരോ തീവ്രവാദി സംഘത്തിൻ്റെ കയ്യിലിരിക്കുകയാണ്. ലിബിയയിലേക്ക് ഇസ്രയേൽ ഭാഗത്തുള്ള ഗസയിലുള്ള പലസ്തീനികളെ കടത്തുക. ജീവിക്കാൻ മാർഗ്ഗമില്ല, വെള്ളം പോലും കിട്ടാനില്ല, എല്ലാം തകർന്ന് കുടിവെള്ളമില്ല, മരുന്നില്ല, ഭക്ഷണമില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക. ബോട്ടുകളിൽ കയറ്റി ഈജിപ്തിലെ മനുഷ്യക്കടത്ത് സംഘങ്ങൾ ലിബിയയിലേക്ക് ഈ പലസ്തീനികളെ കൊണ്ടുപോവുകയാണ്. അവിടെ താമസിപ്പിക്കുക. ലിബിയയ്ക്ക് വേണമെങ്കിൽ അത് ധനസഹായം ചെയ്യാൻ ഇസ്രായേൽ തയ്യാറാണ്. മറ്റ് ചില സാമ്പത്തിക ശക്തികളും തയ്യാറാവും. അവിടെ താല്പര്യങ്ങളുള്ള അങ്ങനെ ലിബിയയ്ക്ക് ഫണ്ട് ചെയ്ത് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുക. അതിനുപയോഗിക്കുന്നത് ഈജിപ്തിലെ മനുഷ്യക്കടത്തുകാരെയാണ്. അങ്ങനെ മനുഷ്യക്കടത്തുകാർ ബോട്ടിൽ വന്നിട്ട് ഈ പലസ്തീനികളെ, മുസ്ലിമുകളെ ലിബിയയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. ഇസ്രായേലിന് ഇതറിയാം. ഇങ്ങനെ ബോട്ടിൽ കയറി പോകുന്നവരെ വെടിവെക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. പോകുന്നൊരു പൊക്കോട്ടെ, ഇവിടുന്ന് ഒഴിഞ്ഞു പോവുകയാണ്. അത് മാത്രമല്ല, ഈ മനുഷ്യക്കടത്തുകാർക്ക് സാമ്പത്തികമായ സഹായവും ലിബിയയ്ക്ക് സാമ്പത്തിക സഹായവും ഇസ്രായേലും മറ്റ് ചില കക്ഷികളും ചെയ്യുന്നു എന്നും പറയപ്പെടുന്നു. അങ്ങനെ ഗസയെ ക്ലീൻ ചെയ്യുക, എന്നിട്ട് അവിടെ സാമ്പത്തിക താല്പര്യങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു അജണ്ട ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് പിന്നിലുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും മറ്റും പറയുന്നത്. അത് ഒറ്റ ദിവസം കൊണ്ട് തീരത്തില്ല. ഇതൊരു പ്രോസസ്സാണ്. ലക്ഷക്കണക്കിന് ആളുകളെ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകണമെങ്കിൽ എത്ര സമയം എടുക്കും? അപ്പോൾ അതുകൊണ്ട് അവർ ഒന്നെങ്കിലും ഒഴിഞ്ഞു പോകണം, സ്വമേധയാ പോകണം. ഇവിടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല, ഇവിടെ നിന്നാൽ ബോംബ് വീണ് ചാവത്തേ ഉള്ളൂ എന്ന് സ്വയം ബോധ്യപ്പെട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് പോകാൻ പറ്റില്ല, ഗസയിലേക്ക് മാത്രമല്ല ജോർദാനിലേക്ക് പോകാൻ പറ്റില്ല. ആകെ പോകാനുള്ള മാർഗം ഈജിപ്ഷ്യൻ മനുഷ്യക്കടത്തുകാർ വന്ന് മനുഷ്യക്കടത്തിൻ്റെ രൂപത്തിൽ ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർ വിചാരിക്കും ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. ഇത് ഇസ്രായേലും കൂടെ അറിഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ കൂടെ നിന്ന് സാമ്പത്തിക താല്പര്യമുള്ള മറ്റു രാജ്യങ്ങൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരും കൂടെ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു നീക്കമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. കാരണം ആളുകൾക്ക് സ്വമേധയാ ഇവിടെ ജീവിക്കാനേ നിവർത്തിയില്ല, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ നിന്നാൽ മരണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന ബോധ്യം വന്നാലേ ആളുകൾ സ്വമേധയാ പോകുള്ളൂ. അപ്പോൾ ഇവിടെ ബോംബിങ് നടക്കും, ആക്രമണം നടക്കും, ആശുപത്രി തകർക്കും, സ്കൂൾ തകർക്കും. ഇങ്ങനെ മരണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിക്കുക, ഈ നശിച്ച നാട്ടിൽ നിന്ന് പോയാൽ മതി എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാനുള്ള ശ്രമം ഇതിനകം നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ കുറച്ച് ആളുകളെ അവിടെ കൊണ്ട് താമസിപ്പിക്കാൻ തുടങ്ങി, ഇസ്രായേലുകാരായ ആളുകളെ ഗസയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള വാർത്ത കേൾക്കുന്നതിൻ്റെ ഭാഗമായിരിക്കും. അതെ, ഇവരെ കംപ്ലീറ്റ് എവിക്റ്റ് ചെയ്യുക, തങ്ങളുടെ കസ്റ്റഡിയിലാക്കുക. അത് ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ റീബിൽഡ് ചെയ്യണമല്ലോ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഗസ പൂർണ്ണമായി മൊത്തം തകർന്നു, അത് പുനഃസൃഷ്ടിക്കുകയും വേണം. പുനഃസൃഷ്ടിയുടെ ഭാഗമായി അതിൻ്റെ കൂടെ ഒരുപക്ഷെ ഈ കോറിഡോർ ആ വഴി കടന്നു പോയെന്നും വരാം. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് ലോകരാഷ്ട്രീയ ജിയോ പൊളിറ്റിക്സിൽ നടക്കുന്ന ഇടപെടലുകൾ. അപ്പം പണ്ടൊക്കെ മതം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി എന്തും നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം മതം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നാളെ നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കും, സാമ്പത്തികമായിട്ട് എങ്ങനെയായിരിക്കും മാറുക എന്ന ആലോചന കൂടെ നടക്കുന്നത്. നോക്കൂ, ഇസ്രായേൽ ഇപ്പോൾ വലിയ തോതിൽ സൗദിയായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും കാലം ഇല്ലായിരുന്നു, നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചു. അത് മാത്രമല്ല, സൗദിയെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാക്കി മാറ്റുക, കാരണം ഒരു ഉൽപ്പാദന കേന്ദ്രമാക്കി മാറ്റുക എന്നൊരു അജണ്ട ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ട്. അത് വലിയ തോതിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക. അവിടെ ഇപ്പോൾ ചൈനയിൽ പലയിടത്തും ചെയ്യുന്നുണ്ട്. ചൈന ഒരു പ്രൊഡക്ഷൻ കൺട്രിയാണ്. ലോകത്തുള്ള പല കമ്പനികളിലും ചൈനയിൽ പോയിട്ട് അവിടെ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ആപ്പിൾ പോലും ചൈനയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഐഫോൺ അമേരിക്കൻ കമ്പനിയാണ്. ചൈനയും ബദ്ധവൈരികളാണ്. പക്ഷേ അമേരിക്കൻ മൊബൈൽ ഫോൺ ആയ ആപ്പിൾ ചൈനയിൽ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് പോലെ സൗദിയിൽ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാക്കി മാറ്റി അവിടെ ഉൽപ്പാദന പ്രക്രിയ കൂടി, അതായത് എണ്ണയ്ക്ക് ഒപ്പം അല്ലെങ്കിൽ നാളെ എണ്ണയ്ക്ക് പാരലായി വരാവുന്ന ഒരു സമ്പദ്ഘടന പ്രൊഡക്ഷൻ ഹബ്ബാക്കി സൗദി അറേബ്യയെ മാറ്റുക എന്നുള്ള അജണ്ട ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ട്. സൗദിക്കും സമ്മതമാണ്. ദുബായ് ഒരു മാതൃകയാണ്. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ആ വഴിക്ക് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ എണ്ണത്തിൽ കുറവാണ്, ആ രാജ്യവും ചെറുതാണെങ്കിൽ ലോകത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥ, ബുദ്ധി, ടെക്നോളജി ഇതൊക്കെ ഇസ്രായേലിൻ്റെ പക്കലിലോട്ട്. കാരണം നമ്മളറിയാം, നമ്മൾ നൊബേൽ പ്രൈസ് നോക്കൂ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ നൊബേൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഇസ്രായേലികൾക്കാണ്.
ഏത് രംഗം, സിനിമ, ഏത് മേഖലയിലാണ് ജൂതന്മാരില്ലാത്തവർ? അപ്പോൾ ജൂതന്മാരുടെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയെ ഉപയോഗിച്ച് എങ്ങനെ വളരാം എന്ന് ഗൾഫ് രാജ്യങ്ങളും ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് യുദ്ധം എപ്പോൾ തീരുമെന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. യുദ്ധം ഉക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധം പോലെ ഈ യുദ്ധവും നീണ്ടു നിന്നേക്കാം. പക്ഷേ നീണ്ടു നിൽക്കുന്നത് അവസാനത്തെ ആളെയും ഒഴിവാക്കി ഒരു പലസ്തീനി ഇല്ലാത്ത ഒരു ഗസ സമ്പൂർണ്ണമായി ഉണ്ടാക്കി അതൊരു വ്യവസ്ഥയാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്ത് സൗദിയുടെ ഒരു റിഫൈനറി വന്നിട്ടുണ്ട്. അരാംകോയുടെ മറ്റോ റിഫൈനറി പാകിസ്ഥാൻ ബോർഡറിൽ വന്നിട്ടുണ്ട്. പാകിസ്ഥാന് പിന്നെ ആക്രമിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സൗദി അറേബ്യയുടെ റിഫൈനറിക്കായിരിക്കും ആദ്യത്തെ വെടി ആ മേഖല വരിക. അതുകൊണ്ടാണ് ഈ ബോർഡറിൽ വെക്കുക, ബോർഡറിൻ്റെ അടുത്ത് വെക്കുക എന്ന് പറയുന്ന പോലെ നാളെ ഗസയിൽ ഒരു അറബ് രാജ്യത്തിൻ്റെ ഒരു വലിയ വ്യവസായ സംരംഭം അങ്ങ് സ്ഥാപിക്കപ്പെട്ടാൽ പിന്നെ അവിടെ യുദ്ധം നടത്താൻ പറ്റും. ഹമാസിന് എന്തിനും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ഖത്തർ മാത്രമേ ഈ കൂട്ടത്തിലുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണാത്ത ഒരുപാട് കളികൾ യുദ്ധങ്ങളുടെ പിന്നിലുണ്ട്. ഇപ്പോൾ റഷ്യ ഉക്രൈനിൽ നടന്ന യുദ്ധം എന്തുകൊണ്ടാണ് ഉക്രൈനെ തോൽപ്പിക്കാൻ പറ്റാത്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു റഷ്യയിലുള്ളൊരു സുഹൃത്തിനോട് ചോദിച്ചു, അത് അവിടെ ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു, അതിന് റഷ്യൻ പട്ടാളം യുദ്ധം ചെയ്യുന്നില്ലല്ലോ. പിന്നെ ആരാ യുദ്ധം ചെയ്യുന്നത്? വാഗ്നർ ഫോഴ്സ് സേന പോലെയുള്ള കൂലിപ്പട്ടാളം യുദ്ധം ചെയ്യുന്നു. അതാണ് പലരും അവിടെ ജോലിക്കായിട്ട് ചെല്ലുന്നവരെയൊക്കെ പട്ടാളത്ത് കൂലിപ്പട്ടാളത്തിൽ ചേർക്കാണ്. കൈ കൊടുക്കുക പോയി. നമ്മുടെ കേരളത്തിൽ നിന്ന് വരെ ആളുകൾ പോയി പെട്ടു. സെക്യൂരിറ്റി പണിക്കുന്ന പോയിട്ട് കൂലിപ്പട്ടാളത്തിൽ. റഷ്യൻ ആർമി ബാരക്കുകളിൽ കഴിയുകയാണ് മഹാഭൂരിപക്ഷം. അവർ സേഫാണ്. എന്നിട്ട് റഷ്യ ആയുധവും കൊടുത്ത് വിടുന്നത് കൂലിപ്പട്ടാളത്തിനെയാണ്. അപ്പോൾ റഷ്യക്ക് ഈ പറഞ്ഞ പോലെ യുക്രൈനെ ഒരു ആണവ സ്ഫോടനം വഴി കീഴടക്കാവുന്നേ ഉള്ളൂ. ഉക്രൈൻ്റെ പക്കലും ചെറിയ അണുവായുധങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ റഷ്യക്ക് വളരെ എളുപ്പം കഴിയും. പക്ഷേ പ്രൊളോങ്ഡ് ആയിട്ടുള്ള നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണ് റഷ്യ ആഗ്രഹിക്കുന്നത്. പതുക്കെ കയറിക്കൊണ്ടിരിക്കുക. അതോടെ യുദ്ധം ചെയ്ത് സെലൻസ്കി തളരും എന്ന് പറയുന്നത് പോലെ ഇവിടെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലൂടെ ഹമാസിനെ തളർത്തുക, അവിടുത്തെ ജനങ്ങളോട് ഇനി ഈ നശിച്ച നാട് നമുക്ക് വേണ്ട എന്നുള്ള മാനസികാവസ്ഥ പലസ്തീനികൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇവർ വിചാരിക്കുന്ന ഒരു ഓപ്പറേഷൻ ലിബിയയിലേക്ക് ഇവരെ നാട് കടത്തി ഇവിടെ ക്ലീൻ ചെയ്ത് ഗസ പൂർണ്ണമായും നെതന്യാഹു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടത് ഇസ്രയേലിനകത്ത് ഇനിയൊരു പലസ്തീനി ഭൂവിഭാഗം ഉണ്ടാവില്ല. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് യുദ്ധം എപ്പോൾ തീരും എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും ശക്തമായി ഉത്തരം പറയാൻ കഴിയുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ തീരുമാനിക്കുമ്പോൾ യുദ്ധം അവസാനിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.